കേരളത്തിലെ സാമൂഹ്യ നീതി രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കിയ നീതിമേളകൾക്ക് കൂച്ചുവിലങ്ങിട്ടിട്ട് കാൽനൂറ്റാണ്ട്. 1985 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കേസുകളാണ് നീതിമേളകളിൽ തീർപ്പാക്കിയത്. നീതിമേളകളുടെ നടത്തിപ്പിനായി നാടെങ്ങും ഓടി നടന്ന വണ്ടികൾ ഇന്ന് അസ്ഥിപഞ്ജരങ്ങൾ മാത്രമാണ്. നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും എല്ലാം കോടതിയായിരുന്നു ഒരു കാലത്ത് സാമൂഹ്യനീതിമേളകൾ. അതിർത്തി തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ചെക്കുകേസുകളും മുതൽ ഒരു നാടിനെ തന്നെ ദുർഗന്ധത്തിലാഴ്ത്തി ഇറച്ചുവെട്ടുകാരുടെ എല്ല് ഊറക്കിടുന്ന പരിപാടിക്ക് വരെ ഇവിടെ പരിഹാരം കണ്ടു. രാജ്യത്തെ ഭരണഘടന നൽകുന്ന, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് നൽകുന്ന ഒരു അവകാശമാണ് സൗജന്യ നിയമസഹായം. ഭരണഘടന 39A ഖണ്ഡിക പറയുന്നുണ്ട്, ഈ രാജ്യത്തെ ഒരു പൗരനും അവൻ്റെ സാമ്പത്തികമായോ സാമൂഹ്യമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നോക്കാവസ്ഥ കൊണ്ട് നീതി നിഷേധിക്കരുത്, അവന് സൗജന്യ നിയമസഹായം നൽകണം. വിവിധ കോടതികളിൽ വരുന്ന കേസുകൾ വെറും 20% മാത്രമാണെന്നാണ് കണക്ക്. ബാക്കി വരുന്ന 80% കേസുകളും ഭാരിച്ച പണച്ചെലവും കാലതാമസവും മുന്നിൽ കണ്ട് സാധാരണക്കാരും തൊഴിലാളികളും ഉള്ളിലൊതുക്കിയാണ് പതിവ്. ഇതിനെല്ലാം ഒരു പരിഹാരമായിരുന്നു സാമൂഹ്യനീതിമേളകൾ. അന്തരിച്ച ജസ്റ്റിസ് VR കൃഷ്ണരയുടെ പിന്തുണയും ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസിനുണ്ടായിരുന്നു. ഈ 80% കേസുകൾ കോടതി വരുന്നില്ല, അവർക്ക് പേടിയാണ്. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ 20% മാത്രമേ കോടതി വരുന്നുള്ളൂ. ഇത് ചെലവ് കുറഞ്ഞ പരിപാടിയാണെങ്കിൽ നാട്ടുകാർ കേസ് കൊടുക്കാൻ തയ്യാറാവും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാവർക്കും തുല്യനീതി എന്ന സാധാരണക്കാരന്റെ കൂടി അവകാശം ഉറപ്പാക്കാൻ നീതിമേളകൾ ഇനിയും സർക്കാർ സഹകരണത്തോടെ നടപ്പിലാക്കണമെന്നതാണ് ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് ജീവൻ.